അണ്ണ വിടണ്ണ, അണ്ണ വിടണ്ണ, അണ്ണ വിടണ്ണ പറഞ്ഞത്. പിടിച്ചോണ്ട് പോടാ, കേറി പോടാ, ഇവിടെ പോടാ അങ്ങോട്ട്. പോയില്ലാണോ കാഴ്ചാടാ നിൽക്കുവല്ലാണോ? പോടാ പോവാൻ, ഇവിടെ പോടാ അങ്ങോട്ട്. അണ്ണ പോട്ടണ്ണ വിട്. അവൻ എന്തോ പറഞ്ഞതിന്റെ പേരിൽ സ്വന്തം തള്ളെ കുത്തുകൊന്നവനാ. അതിന്റെ ഒരു ബസ്സിൽ പിടുത്ത പോട്ടണ്ണ. അണ്ണ പെണ്ണിന്റെ രസം വിട്ടുകളാ. വിട്ടുകളയാനോ? എടാ, ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാണോ സുഭാഷ ഞാൻ? അണ്ണാ, എന്നെ ജയിലിൽ അടച്ചവളുടെ ജീവിതം ഞാൻ തൊലയ്ക്കും. പിന്നെ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അവൾ എന്റെ കൂടെ ആയിരിക്കും ഇനിയുള്ള കാലം ജീവിക്കാൻ പോകുന്നത്. അതിന് ജയിലിൽ നിന്ന് ആദ്യം ഇറങ്ങുന്ന ഞാനല്ലേ? അവളുടെ ഡീറ്റെയിൽസ് ഇങ്ങ് തന്നാ മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയാ ഞാൻ ഇത്രയും കാലം കൊട്ടേഷൻ എടുത്തിരുന്നത്. പക്ഷെ ഇപ്പോ അണ്ണന്റെ കാര്യം എന്റെ കാര്യം പോലെ എടുക്കാൻ പോവാ. അവളുടെ പേരെന്താന്നാ പറഞ്ഞേ? ദേവിക. ഞാൻ പറഞ്ഞിട്ടില്ലേടാ അവളെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് തന്നെയാ കരുതിയിരുന്നത്. പക്ഷേ അതിനിടയ്ക്ക് അവൾ ഒരുത്തരുണ്ടങ്ങ് ഒളിച്ചോടി. അവളുടെ അനിയത്തിയെ വിവാഹം ചെയ്യാനൊരു ദിവസം അവളെന്നെ കുടുക്കിക്കളഞ്ഞു. ഇത് നടക്കില്ല. ഇയാൾ നിന്നെ താലി കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാരും കൂടെ ചേർന്ന് തന്നെ ഒറ്റയ്ക്ക് തന്റെ കയ്യാങ്കളിയൊന്നും ഇവിടെ വേണ്ടോ? താനെന്താടോ ഓലക്ക് വിഴുങ്ങി നിൽക്കുകയാണോ? വന്ന് പിടിച്ചോണ്ട് പോടോ. മാഡം, ഇവിടെ അല്ല സാറേ. അണ്ണാ, പോലീസ് പിടിച്ചതോടെ അവന്മാർ പഴയ കേസെല്ലാം കൂടെ കുത്തിരിക്കാൻ മണ്ട വെച്ചിരിക്കുക. കാശിന്റെ നല്ല പങ്ക് വക്കീലന്മാരും പോലീസുകാരന്മാരോടെ കൊണ്ടുപോയി. അണ്ണ സമാധാനിക്ക്. പണ്ട് എനിക്ക് കാശിന് ആവശ്യം വന്നപ്പോ എന്നെ സഹായിച്ച ആളാണ്. അപ്പോ അതിന് ഞാൻ തിരിച്ചുപകാരം ചെയ്യണ്ടേ? അവളെ അണ്ണന്റെ കാൽ ചവിട്ടി കൊണ്ടുവരും ഞാൻ. അവളാരാ കെട്ടിയേക്കുന്നേ? ഒരു ഓട്ടോറിക്ഷക്കാരനാ, മുരളി. മുരളി അവനെ തീർക്കേണ്ടി വന്നാലും ദേവിക അണ്ണന് തരും. എന്താടാ ഇവിടെ? ആ, എന്താ സാറേ? കാർത്തിക, നിനക്കൊരു വിസിറ്റർ ഉണ്ട്. വിസിറ്ററാ? എനിക്കാ? ആ, നീ വാ. ചെല്ലണ്ണ, വീട്ടിൽ നിന്ന് ആരെയും വന്നതായിരിക്കും. എന്റെ വീട്ടിൽ നിന്ന് ആര്? നോക്കാം. ആ നിൽക്കുന്ന ആളാ.
ആരാ? മാധവനാ. മാധവേട്ടൻ, നിങ്ങളെന്താ ഈ വേഷത്തില്? വേഷം കെട്ടലാണല്ലോ ജീവിതം. നിങ്ങളെന്താ സന്യാസം സ്വീകരിച്ചോ? ഈശ്വരന്റെ അഭയം നേടുന്നവരെ സന്യാസി എന്ന് വിളിക്കാം, അല്ലേ? അതെന്തായാലും കൊള്ളാം. എല്ലാം കഴിഞ്ഞിട്ട് വേഷം കെട്ടുമായിട്ട് വന്നിരിക്കുകയല്ലേ? എന്റെ അവസ്ഥ കണ്ട് ചിരിക്കാനാണോ? കൈവാക്കിന് കിട്ടിയിരുന്നീ ഒന്നങ്ങോട്ട് തന്നേനെ ഞാൻ. ഞാനിപ്പോ പീഡനങ്ങളെയോ മരണത്തെയോ ഭയക്കുന്നില്ല. കാർത്തികേയൻ എന്തു വേണമോ അത് ചെയ്യാം. ശബ്ദം കൊണ്ടുപോലും ഞാൻ തടയില്ല. എന്നിട്ട് തന്റെ കുടുംബ സുഖമായിട്ടിരിക്കുന്നോ? മൂത്ത മോക്ക് വിശേഷം വല്ലതുണ്ടോ? ഇതൊക്കെ കണ്ടോ? തന്റെ മോള് കാരണം ഇതിനകത്തും തല്ല് നടക്കുക. പറഞ്ഞേക്ക് അവളോട്, കാർത്തികേയൻ പുറത്തിറങ്ങുന്ന ദിവസമാണ് ഭൂമിയിൽ അവളുടെ അവസാന ദിവസം. അത് കാർത്തികേയ, അവളൊരു പാവം മനുഷ്യജന്മമാണ്. ഓ, റൂട്ട് അപ്പൊ ആ രീതിയിലായോ? അവളെ രക്ഷിക്കാമെന്താ? എന്റെ ഭാഗത്തൊന്നും ഒരു അനുകമ്പയും പ്രതീക്ഷിക്കണോ? എന്നെ ജയിലിലാക്കിയിട്ട് ഇപ്പൊ കേസിന് പിറകെ കേസ് നടക്കുക. വെട്ടിപ്പിടിച്ച സ്വത്തും പണവും എല്ലാം തീരാറായി. എല്ലാത്തിനും കാരണം അവളാ, ദേവിക. അവള് മാത്രമല്ല, അവളെ കൊണ്ടുപോയില്ലേ ഒരുത്തൻ, മുരളി, അവളുടെ ഭർത്താവ്. അവനെയും തീർക്കും ഞാൻ. മുരളി അല്ല കാർത്തികേയ, അവളുടെ ഭർത്താവ്. പിന്നെ MLA സിദ്ധാർത്ഥൻ സാറിന്റെ മകൻ നന്ദനാണ്. നന്ദനുമായിട്ടായിരുന്നു അവൾക്കിഷ്ടം. ആ കുട്ടിയുടെ കൂടെ ദേവിക പോയത്. MLA സിദ്ധാർത്ഥന്റെ മകന്റെ ഭാര്യയാണോ അവള്? പിന്നെ അന്ന് മുരളിയുടെ ഭാര്യയായിരുന്നോ? അതെങ്ങനെ? ചില ലക്ഷ്യങ്ങൾ സാധിക്കാൻ ഭഗവാൻ പല രൂപത്തിലും വരും. അതുപോലെ മനുഷ്യരും ചില കാര്യങ്ങൾ നടത്താൻ പല വേഷങ്ങളും കെട്ടും, പല നാടകങ്ങളും നടത്തും. അങ്ങനെ നടത്തിയൊരു മായാ നാടകമായിരുന്നു മുരളിയും ദേവിയുമായിട്ടുള്ള വിവാഹം. ഓ, അപ്പൊ അങ്ങനെയാണല്ലേ കഥ. അത് കൊള്ളാം. ഒന്നിപ്പഴിച്ച മൂന്നൊന്നല്ലേ? മുരളി, നന്ദൻ, മൂന്നാമത് ഈ കാർത്തികേയൻ. അവളെ ഞാൻ എന്റേതാക്കും മാധവേട്ടാ. അവൾ എനിക്കുള്ളതാ. അരുത്. സഹജീവികളോട് സ്നേഹം കാണിക്കുമ്പോഴാണ് മനസ്സിൽ ഈശ്വരൻ ജനിക്കുന്നത്. മുപിത തല പെരുത്തിക്കുമ്പോൾ വലിയ തത്വം പറഞ്ഞോണ്ടല്ലോ, ചവിട്ടിക്കുട്ടി ചെവറിലൊട്ടിക്കും ഞാൻ. ഭൂമിയിലെവിടെ ചെന്ന് വിളിച്ചാലും കാർത്തികേയൻ കണ്ടുപിടിക്കുമെന്ന് മോളോട് പറഞ്ഞേക്ക്. കാർത്തികേയന്റെ പെണ്ണാവള്. എല്ലാം സഹിച്ചിവിടെ കഴിയുന്നതും അവക്ക് വേണ്ടിയാ. പുറത്തിറങ്ങിയാൽ അവൾ എന്റെയാ. അത് നടന്നില്ലെങ്കിൽ ശവോടക്കിനുള്ള ഭാഗ്യമെങ്കിലും തന്നിട്ട് ഞാൻ പോവും. കാർത്തികേയൻ മാറും. ഈശ്വര ചിന്ത വന്നാൽ ഏതസുരനും ദൈവമാകും. തല്ലിപ്പൊളി മാധവനിപ്പോ സച്ചിദാനന്ദ മാധവ്. കാർത്തികേയനെ ഉപദേശിക്കാനും അപേക്ഷിക്കാനുമാണ് ഞാൻ വന്നത്.
ഇനിയും വരും. കാർത്തികേയന്റെ മനസ്സ് മാറുന്നതുവരെ വരും. ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. അപ്പൊ സിദ്ധാർത്ഥന്റെ മകൻ നന്ദനാണ് എന്റെ പുതിയ ശത്രു. ശക്തിയുള്ള ശത്രു വന്നാലേ നമ്മളും കൃത്യമായിട്ട് ഒരുങ്ങും. മോളെ ദേ നിന്റെ ഫോൺ അടിക്കുന്നു. ആരെ നോക്കിയമ്മേ? ആ നിന്നെ വീട്ടിലേക്ക് പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോയതാണോ? പെട്ടെന്ന് ജാതകം വാങ്ങിക്കൊണ്ട് വരണോന്ന് പറഞ്ഞിട്ട് എവിടെ പോയി കിടക്കുക നീ? ഞാൻ ദേവികയുടെ അമ്മയാ. കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിച്ചൂടെ എന്റെ മോളോട്? മാന്യത പഠിപ്പിക്കാൻ വരുന്നു. നിങ്ങളുടെ മാന്യത എന്താന്നൊക്കെ എനിക്കറിയാം. അഷ്ടിക്ക് വകയില്ലാത്തവര് കാശുള്ള വീട്ടിലെ പിള്ളേരെ വലവീശി പിടിക്കുമെന്ന് തെളിയിച്ച കുടുംബമല്ലേ നിങ്ങളുടേത്? എന്റെ മോള്. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. അവളെ അവിടെ തന്നെ നിർത്തിക്കോ. അല്ല, ഹലോ. ആരാമ്മേ? നന്ദന്റെ അമ്മയാ. അയ്യോ, എന്നെ കാണാത്തോണ്ട് വിളിച്ചതാവും അമ്മ. സംസാരിച്ചോണ്ടിരുന്നപ്പോ അവര് കട്ട് ചെയ്തു. ഞാൻ വേഗം ചെല്ലാന്ന് പറഞ്ഞിട്ടല്ലേ ഇറങ്ങിയത്. അതിന്റെ ദേഷ്യമാവും. നിന്നോട് അവരെങ്ങനെയാ പെരുമാറുന്നത്? അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചേ? നല്ല രീതിയിലാ പെരുമാറുന്നേ. എന്തേ? അതെനിക്ക് മനസ്സിലായി. ഞാൻ ചെല്ലട്ടെ അമ്മേ, ജാതകം എടുക്കാണേ. അയ്യോ, ആന്റി ആണല്ലോ. ഹലോ ആന്റി. നിനക്ക് ഇങ്ങോട്ട് വരാൻ ഉദ്ദേശമില്ലേ? ദാ ഇറങ്ങൂ ആന്റി. അല്ല, താല്പര്യമില്ലെങ്കിൽ അവിടെ തന്നെ നിന്നാ മതി. ആ ഞാൻ വരുവാ. ഞാൻ ഇറങ്ങും അമ്മേ. മോളെ പോട്ടെ. സിദ്ധു, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മനസ്സിന് ഇന്ന് എന്തോ ഒരു സന്തോഷം തോന്നുന്നു. നമ്മുടെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ചെറിയ വിഷമങ്ങളൊക്കെ ഇന്നുകൊണ്ട് തീരുമെന്നൊരു തോന്നല്. ബ്രഹ്മദത്തൻ തിരുമേനിയുടെ വരവ് പലതിനും പരിഹാരം ഉണ്ടാക്കുമെന്ന് മനസ്സിലിരുന്ന് ആരോ പറയുന്നുണ്ട്. ആശുപത്രി കിടന്നപ്പോ എന്തൊക്കെയോ ഒരു വെപ്രാളം മനസ്സിൽ വന്നു. അപ്പൊ ഈശ്വരനായിട്ട് തോന്നിപ്പിച്ചതാ ആശ്രമത്തിൽ പോവാനും സ്വാമിയെ കാണാനും. ദേവിക എത്തിയമ്മേ? ഇല്ല, പെട്ടെന്ന് വരണോന്നൊക്കെ പറഞ്ഞാലും അമ്മയുടെ അടുത്തേക്കല്ലേ പോയത്. പെട്ടെന്ന് വരാൻ പറ്റുമോ? അവൾ അങ്ങനെ വൈകില്ലമ്മേ. ഇവിടുത്തെ സീരിയസ്നെസ് അറിയാലോ. ഞാൻ നെഗറ്റീവായിട്ടല്ല പറഞ്ഞത്.
അമ്മയോടൊരു മകൾക്കുള്ള സ്നേഹത്തെപ്പറ്റി പറഞ്ഞതാ. അതെനിക്ക് മനസ്സിലായില്ല. ഈയിടെയായിട്ട് ഞാൻ പറയുന്നത് പലതും എന്റെ മോൾക്ക് ക്ലിയർ ആവുന്നില്ല. സിദ്ധുവിന്റെ സാന്നിധ്യത്തിൽ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ അമ്മേ? മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാ അച്ഛനും അമ്മയും ഏത് കാര്യവും ചെയ്യുന്നത്. നിനക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടാനാ ആ വിവാഹം നടത്തിയത്. പക്ഷേ നിർഭാഗ്യം, ഒരു താളം തെറ്റൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു. അതിന്റെ ഒരു ദേഷ്യവും നിനക്ക് എന്നോടുണ്ട്. അത് മനസ്സിൽ വെച്ചിട്ടാ നീ എന്തിനും ഏതിനും എന്നെ എതിർക്കുന്നത്. സിദ്ധു, ഞാനിപ്പോ ഇവൾക്കൊരു ശത്രുവിനെ പോലെയാ. ജന്മം തന്ന അച്ഛനമ്മയും തന്നെയാ എനിക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാവർക്കും വലുത്. എന്റെ കുടുംബജീവിതത്തിൽ സംഭവിച്ചത് ഇനി ചന്ദ്രോത്തിൽ മറ്റാർക്കും ഉണ്ടാവരുത്. അതുകൊണ്ട് അമ്മയുടെ ചില തീരുമാനങ്ങൾ എനിക്ക് എതിർക്കേണ്ടി വരുന്നത്. ദേവികയും നന്ദനും ജീവിച്ചോട്ടെ അമ്മേ. അവരുടെ താലികെട്ട് കഴിഞ്ഞു. നാട്ടിലെ പലരും അറിഞ്ഞു കഴിഞ്ഞു അവര് ഭാര്യയും ഭർത്താവുമാണെന്ന്. നന്ദനാണെങ്കില് ദേവിക ജീവനെ പോലെ സ്നേഹിക്കുന്നത്. അവരെന്തിനെ പിരിക്കാൻ നോക്കുന്നത്? അത് മാത്രമല്ല, ഇനി ആരെത്രയൊക്കെ ശ്രമിച്ചാലും അവര് പിരിയുമെന്ന് തോന്നുന്നുണ്ടോ? നടക്കാത്തൊരു കാര്യത്തിനു വേണ്ടി അമ്മ വെറുതെ ശ്രമിക്കുന്ന കാണുമ്പോ എനിക്ക് അമ്മയോട് സഹതാപം തോന്നുന്നത്. പറ്റില്ലമ്മേ, അവർ തമ്മിൽ പിരിക്കാൻ ആർക്കും പറ്റില്ല. മകൻ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്ന കണ്ട് ആനന്ദിക്കല്ലേ അമ്മമാർ ചെയ്യേണ്ടത്. അമ്മ അവരെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്ക്. ഈ വീടൊരു സ്വർഗമാവും. കളിയും ചിരിയും സന്തോഷവും ഇവിടെ താനേ വരും. അച്ഛനസുഖം നേരത്തെ ഭേദമാവും. എന്റെ ബുദ്ധിമുട്ടുകൾ ഞാനും മറക്കും. നിന്നെ ഉപദേശിക്കാൻ വന്ന എന്നോട് നീ ഇപ്പോ ഒരു 100 കാര്യങ്ങൾ പറഞ്ഞു. എനിക്കൊന്നും പറയാൻ കൂടി പറ്റിയില്ല. ശരി, അമ്മ പറയ്, ഞാൻ കേക്കട്ടെ. എനിക്ക് എന്റെ മകൻ കണ്ടെത്തിയ പെൺകുട്ടി ശത്രുവല്ല. പക്ഷെ അവളെക്കുറിച്ചുള്ള സങ്കല്പം, അവസ്ഥകൾ എല്ലാം ഒരു അമ്മ നോക്കും. പ്രത്യേകിച്ച് ഞാൻ. കാര്യങ്ങൾ ഇത്രത്തോളമൊക്കെ എത്തിയില്ലേ? ഞാൻ ഇനി ഒന്നിനും ഒരു തടസ്സവും പറയുന്നില്ല. ഈശ്വരന്റെ ഒരു സ്വാധീനം മാത്രം മതി എനിക്കിനി. എല്ലാം കൊണ്ടും ചേരേണ്ടവരാണ് എന്റെ മോനും അവൻ താലി കിട്ടിയ പെണ്ണുമെങ്കിൽ ആർക്കും പിരിക്കാൻ പറ്റില്ല. നിങ്ങളെല്ലാവരും അമ്മയെന്ന നിലയിൽ എന്നെ കൂടി ഒന്ന് പരിഗണിക്കണം, മനസ്സിലാക്കണം. നീ എപ്പോഴാ വന്നത്? ദാ വന്നതേ ഉള്ളൂ ആന്റി. ജാതകം. ആ, എനിക്ക് ആരോടും പ്രത്യേകിച്ച് ദേഷ്യമോ വിരോധമോ ഒന്നുമില്ല. എല്ലാം നല്ലതായി വരണമെന്നേ എനിക്കും ആഗ്രഹമുള്ളൂ. അതിനുവേണ്ടിയാ ബ്രഹ്മദത്തൻ തിരുമേനിയെ പോലൊരു ദിവ്യനെ ക്ഷണിച്ചു വരുത്തുന്നത്. നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്താണ്? ആർക്കെങ്കിലും എന്തെങ്കിലും വീഴ്ചകൾ പറ്റിയിട്ടുണ്ടോ? ജാതകങ്ങൾ എങ്ങനെ? ചേർച്ചക്കുറവുണ്ടോ? അതൊക്കെ അദ്ദേഹം പറയട്ടെ.
എനിക്കാണ് അദ്ദേഹം ദോഷം കാണുന്നതെങ്കിൽ ഞാനിതാ സത്യം ചെയ്ത് പറയാം, തിരുമേനി നിർദ്ദേശിക്കുന്ന ഏത് പരിഹാരവും ഞാൻ ചെയ്യും. സിദ്ധുവിലോ രജനിയിലോ നന്ദനിലോ ദേവികയിലോ ആണ് ദോഷം കാണുന്നതെങ്കിൽ നിങ്ങളും പരിഹാരക്രിയകൾ ചെയ്യണം. എനിക്ക് 100 വട്ടം സമ്മതം. ബ്രഹ്മദത്തൻ തിരുമേനിയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അദ്ദേഹം സത്യമേ പറയൂ. അമ്മയ്ക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അമ്മയോട് കുറച്ച് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചു. അമ്മ ഇപ്പൊ സംസാരിച്ചത് അത്ര നല്ല കാര്യമായിട്ടാ എനിക്ക് തോന്നിയത്. എല്ലാം ശരിയാവും ചേച്ചി. നേരാ. തിരുമേനിയും കൂടി വന്നു കഴിയുമ്പോ എല്ലാം നേരെയാവും. പ്രഭയിലെ ഈ മാറ്റം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നുണ്ട്. പക്ഷേ എനിക്കെന്തോ പേടി തോന്നുന്നു. ഈശ്വരനെ തേടലും ജാതകം നോക്കലും എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടാവുമോ?